ആകെയുള്ള 243 അംഗ ബീഹാർ നിയമസഭയിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായിരിക്കുന്നു. ബീഹാറിൻ്റെ പകുതി അങ്ങനെ വിധി എഴുതിയിരിക്കുകയാണ്. മികച്ച പോളിംഗാണ് ആദ്യഘട്ടത്തിൽ തന്നെ കാണാനായത്. ഏകദേശം ആ ഉറച്ച ഒരു ശതമാന കണക്ക് കിട്ടിയില്ലെങ്കിലും 70% മുകളിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. അതായത് ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനോട് വലിയ ഉത്സാഹം കാണിച്ചു എന്ന് തന്നെയാണ് അതിൻ്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. വൈകുന്നേരം ഏകദേശം 5 മണിയോടെ അടുക്കുമ്പോൾ തന്നെ 65% പോളിംഗ് നടന്നു എന്നതാണ് ചിലയിടങ്ങളിൽ നിന്നും ലഭ്യമാകുന്ന വിവരങ്ങൾ. ബീഹാറിൽ വലിയൊരു മാറ്റം കാണുന്നുവെന്നാണ് ഇന്ത്യ മുന്നണി നേതാക്കൾ തന്നെ അവകാശപ്പെടുന്നത്. എങ്കിൽ BJP ആകട്ടെ, BJP സഖ്യം ഇന്ന് അത്രയ്ക്കും നരേന്ദ്രമോദിയെ വരെ ഇറക്കി, തിരഞ്ഞെടുപ്പ് നടക്കാത്ത ഇടങ്ങളിൽ നരേന്ദ്രമോദിയെ ഇറക്കി വലിയ പ്രസ്താവനകൾ നൽകിയിട്ടുണ്ടെങ്കിലും അതിലൊന്നും വലിയൊരു പ്രതികരണം ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല എന്നുള്ള വാർത്തകളാണ് മാധ്യമങ്ങൾ നൽകുന്നത്. വാശിയേറിയ പ്രചരണം വോട്ടിങ്ങിലും പ്രതിഫലിക്കുന്നൊരു കാഴ്ച ബീഹാറിൽ നിന്നും കാണുന്നുണ്ട്. 2 മണി പിന്നിടുമ്പോൾ 2020-ലേക്കാൾ കൂടുതൽ വോട്ടർമാർ പോളിംഗ് ബൂത്തുകൾ എത്തിക്കഴിഞ്ഞു എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിനോട് ബീഹാറിലെ ജനങ്ങൾ വലിയ രീതിയിൽ പ്രതികരിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിരുന്നു. ബഗുസരായ് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നത് എന്നുള്ള വാർത്തകൾ വന്നിരുന്നു. പോളിംഗ് നടക്കുന്നതിനിടെ ബീഹാറിലെ ഉപമുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹത്തിന് നേരെ അതിക്രമമുണ്ടായി. ഉപമുഖ്യമന്ത്രി വിജയ് സിൻഹയുടെ കാറിന് നേരെയാണ് കല്ലേറുണ്ടായത്. ബീഹാറിലെ ലക്കീസറയിൽ വെച്ച് അതിക്രമം നേരിട്ട ഉപമുഖ്യമന്ത്രിയെ പെട്ടെന്ന് തന്നെ മറ്റിടങ്ങളിലേക്ക് മാറ്റുന്ന ദൃശ്യങ്ങളും മാധ്യമങ്ങളിൽ കാണാൻ ഇടയായി. അങ്ങനെ 18 ജില്ലകളിൽ നിന്നുള്ള 121 മണ്ഡലങ്ങളിലേക്കാണ് ഇന്ന് വോട്ടെടുപ്പ് നടന്നത്. 1314 സ്ഥാനാർത്ഥികളാണ് ഇന്ന് ആദ്യഘട്ടത്തിൽ മത്സര രംഗത്ത് ഉണ്ടായത്. തേജസ്വി യാദവും തേജ് പ്രതാപ് യാദവും ആദ്യഘട്ടത്തിൽ തന്നെ ജനവിധി തേടുന്നവരിൽ പെടുന്നു. ഇന്ത്യ മുന്നണിയുടെ പ്രധാന നേതാക്കന്മാർ എല്ലാം പലരും ഇന്ന് ജനവിധി തേടുന്നവരിലുണ്ട്. 3.75 കോടി വോട്ടർമാരാണ് വിധി എഴുതുക. പോരാട്ടത്തിൻ്റെ വീറും വാശിയും പ്രകടമാക്കിക്കൊണ്ടായിരുന്നു ഒന്നാം ഘട്ട പരസ്യ പ്രചരണം കഴിഞ്ഞ ദിവസം അവസാനിച്ചത്. അതിൽ നിന്നും വളരെ വ്യക്തമായിരുന്നു ഇന്ത്യ മുന്നണിക്ക് മുൻതൂക്കം കിട്ടും എന്നുള്ളത് എല്ലാവരും പ്രവചിച്ചതാണ്. കാരണം NDA സഖ്യത്തിൽ അവസാന നിമിഷം വരെ നിലനിന്നിരുന്ന വലിയൊരു വിള്ളൽ അതവർക്ക് അടക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും നേരിട്ട് നയിച്ച ഒരു പ്രചരണം, ആ പ്രചരണത്തിൽ ഇന്ത്യ മുന്നണി വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോയി എന്നും അവസാന നിമിഷം സ്ത്രീകൾക്കായും അതുപോലെ കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്ന കർഷകർക്കായും പ്രഖ്യാപിച്ച വലിയ ഒരു പ്രഖ്യാപനം, വാഗ്ദാനം, അത് സാധാരണ ജനങ്ങളുടെ ഇടയിൽ വലിയ സ്വാധീനം ചെലുത്തി എന്നുള്ളത് തന്നെയാണ് മാധ്യമങ്ങൾ നൽകുന്ന സൂചന. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെയും ഒരു നേർയുദ്ധമാണ് ബീഹാർ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. രണ്ടുപേർക്കും അഭിമാന പോരാട്ടമാണിത്. പ്രധാനമന്ത്രി അടക്കമുള്ളവരെ കളത്തിലിറക്കി NDA തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയെങ്കിലും അത് എത്രത്തോളം പ്രതിഫലിച്ചു എന്നുള്ളത് കാണേണ്ടിയിരിക്കുന്നു. മഹാസഖ്യത്തിനായി രാഹുൽ ഗാന്ധി പോരിനിറങ്ങിയത് മാസങ്ങൾക്ക് മുമ്പേ ആയിരുന്നു. 16 ജില്ലകളിൽ ആഴ്ചകളോളമായി നീണ്ടുനിന്ന വോട്ട് ചോരി യാത്രയ്ക്ക് രാഹുൽ ഗാന്ധിക്ക് കിട്ടിയ വലിയ സ്വാധീനം അല്ലെങ്കിൽ വലിയ ജനപിന്തുണ അദ്ദേഹത്തിന് ആദ്യം തന്നെ വിജയത്തിലേക്കുള്ളൊരു പാതയായി പലരും കണ്ടു. മോദി രാഹുൽ വാഗ്പോര് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഉടനീളം തെളിഞ്ഞു നിൽക്കുന്നതും നമ്മൾ കണ്ടു. രാഹുൽ ഗാന്ധിയെയും തേജസ്വി യാദവിനെയും ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു നരേന്ദ്രമോദിയുടെ മുഴുവൻ പ്രതികരണങ്ങൾ ഉണ്ടായതെങ്കിലും അതൊന്നും എവിടെയും ഏശിയില്ല എന്ന് തന്നെയാണ് ഇന്ത്യ മുന്നണിയുടെ പ്രതീക്ഷ. രാഹുലും തേജസ്വിയും കോടികളുടെ അഴിമതി നടത്തിയതായി വരെ നരേന്ദ്രമോദി ആരോപിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ ആ ആരോപണങ്ങളെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയായി, ഒന്നും കാണാതെയായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തെരഞ്ഞെടുപ്പിൽ 2 രാജകുമാരന്മാർ കറങ്ങി നടക്കുകയാണെന്നും മോദി പരിഹസിച്ചത് അത് യഥാർത്ഥത്തിൽ രാജകുമാരന്മാരായി തന്നെ മാറുമെന്നുള്ളതാണ് ഇന്ത്യ മുന്നണി തന്നെ ഉറപ്പിച്ചു പറയുന്നത്. രാഹുൽ ഗാന്ധി ഛഠ് പൂജയെ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞ് നരേന്ദ്രമോദി ജാതീയപരമായും വർഗീയപരമായും ഇതിനെയൊക്കെ നേരിടാൻ നോക്കിയെങ്കിലും ഒന്നും ബീഹാറിൽ ഏശിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. വോട്ട് മോഷണം അടക്കമുള്ള ആരോപണങ്ങൾ ഉയർത്തി രാഹുലിൻ്റെ പ്രചരണം വലിയ രീതിയിൽ ആഘോഷിച്ചപ്പോൾ നരേന്ദ്രമോദിക്ക് വേണ്ടതുപോലെ പ്രതിഫലിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതും മാധ്യമങ്ങൾ വിലയിരുത്തുന്നു. ഒരു ഘട്ടത്തിൽ നരേന്ദ്രമോദി വ്യാജ ഡിഗ്രിക്കാരനാണെന്ന് വരെ രാഹുൽ ഗാന്ധി പറഞ്ഞത് വലിയ കയ്യടി നേടുകയും ചെയ്തു. അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെയും ഇന്ത്യ മുന്നണിയുടെയും താരപ്രചാരകർ സാധാരണ ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്തി എന്നുള്ളതും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ഏതായാലും ബീഹാർ ഇന്ന് പകുതി വിധി എഴുതിക്കഴിഞ്ഞു. പ്രതീക്ഷയിലാണ് ഇരു മുന്നണികളെങ്കിലും
കണക്കുകളിൽ ഇന്ത്യ മുന്നണി തന്നെ മുന്നിൽ നിൽക്കുന്നുവെന്ന് രാഷ്ട്രീയ നിരീക്ഷകന്മാർ തന്നെ വിലയിരുത്തുകയാണ്. ഏതായാലും 14-ാം തീയതി വോട്ടെണ്ണൽ വരെ കാത്തിരിക്കേണ്ടി വരും.